ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാൽപാദം വിണ്ടുപൊട്ടുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് ലേഡീസിൻ്റെ പ്രശ്നമാണ് കാൽപാദം വിണ്ടുപൊട്ടുന്നത്. ഇപ്പോൾ കാറ്റുകാലം ആയതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടല്ല, ഒരുവിധം എല്ലാ സ്ത്രീകൾക്കും കാലിൻ്റെ പാദം വിണ്ടുപൊട്ടുമ്പോൾ ഈ കിടന്നുറങ്ങുമ്പോഴൊക്കെ പുതപ്പൊക്കെ നമുക്ക് കൊള്ളുമ്പോൾ ഒരു അസ്വസ്ഥത, ഇറിറ്റേഷൻ വരിക, അങ്ങനെയുള്ള പരിപാടികൾ സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഈ കാൽപാദം വിണ്ടുപൊട്ടുന്ന ഒരു കാലമായ കാരണം കൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ചുണ്ട് വിണ്ട് കീറുക, അതൊക്കെ വരുമ്പോഴൊക്കെ ഭയങ്കര പ്രയാസമല്ലേ. അപ്പോൾ അത് മാറ്റാനായിട്ട് ഒരൊറ്റ യൂസിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി ട്രിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. മാത്രമല്ല നമ്മളത് ചെയ്ത് സക്സസ് ആയ കാരണം മാത്രം പറയണത് കേട്ടോ. ഇന്ന് കട്ടിങ് സ്റ്റിച്ചിങ് അല്ല ഈ ഒരു ഇങ്ങനെ ഒരു കണ്ടൻറ്റ് ഇപ്പോൾ ഇതിൽ എന്തിനാ ഇട്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ഈ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. ഇതിപ്പോൾ വളരെ സിമ്പിളായ ഒരു കാര്യം, നമ്മുടെ എല്ലാ വീടുകളിലും ഉള്ളൊരു സാധനം തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുകയോ പണിയെടുക്കുകയോ ഒന്നും ചെയ്യാണ്ട് തന്നെ ഒരൊറ്റ പ്രാവശ്യം അത് ഉപയോഗിച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ പോലും ശ്രദ്ധിക്കാത്തൊരു കാര്യം നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നത് നമ്മൾ ഒറ്റ പ്രാവശ്യം പോലെ അതെടുത്ത് ഉപയോഗിക്കണില്ല എന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു പശു നെയ്യാണ് കേട്ടോ അപ്പോൾ എടുക്കുന്നത് നമ്മൾ ഇതിനകത്തായിട്ട്. അതായത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നെയ്യില്ല എങ്കിൽ, മിൽമയുടെ നെയ്യില്ല എങ്കിൽ കുഴപ്പമില്ല, അതിന് പകരം നിങ്ങൾ വാസലിൻ എടുത്താൽ മതി. ഇനിയിപ്പോൾ വാസലിൻ നിങ്ങളുടെ വീട്ടിൽ ഇല്ല എങ്കിൽ, നിങ്ങളിത് രണ്ടും ഇല്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വെളിച്ചെണ്ണ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതെടുത്താലും മതി. അപ്പോൾ എന്തായാലും അതിൻ്റെ ഏതെങ്കിലും ഒരു സംഭവം ഇതുപോലത്തെ ഒരു ലോഷൻ വേണം എന്നേ ഉള്ളൂ. ഒരു ലിക്വിഡായുള്ള ലോഷൻ, എന്തെങ്കിലും ഒരു സംഭവം, ഇങ്ങനത്തെ ഒരു ബാം പോലത്തെ ഒരു പ്രൊഡക്റ്റ് വേണം. അതുണ്ടെങ്കിലാണ് നമുക്ക് അതിനൊരു കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടുള്ളൂ. മാത്രമല്ല ഇത് നമ്മൾ ഉപയോഗിക്കണേക്കാട്ടിലും മുമ്പ് ഒരൊറ്റ കാര്യമുള്ളൂ, ഒരൊറ്റ കാര്യമല്ല, രണ്ട് കാര്യം ഇതേപോലെ നമ്മൾ ഫോളോ ചെയ്യണം. അന്നത്തെ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കാല് ഉരച്ച് കഴുകണം. ഒന്ന് അലക്കുകലും ഉരച്ച് കഴുകി, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സ്റ്റോൺ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങളൊന്ന് ഉരച്ച് കഴുകി എന്തെങ്കിലും ചെയ്താൽ മതി. ഇപ്പോൾ ഉപ്പ് വെള്ളത്തിലിട്ട് പിടിക്കുക എന്നുള്ളൊരു പ്രോസസ്സ് അതൊന്നും വേണ്ട. അതുപോലെ തന്നെ ഇപ്പോൾ തൊട്ടാർവാടിയുടെ ഇല അരച്ചിടുക, പച്ചമഞ്ഞളൊക്കെ ഇട്ട് അരച്ച ശേഷം തേച്ച് പിടിപ്പിക്കുക, അങ്ങനെ കുറേ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. അത് വേറെ സിമ്പിളായിട്ട് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ കിടക്കണേക്കാട്ടിലും മുന്നേ, കിടന്നുറങ്ങണേക്കാട്ടിലും മുമ്പ് കാലുമ്പോൾ സ്വല്പം ഒന്ന് തടവി കൊടുത്ത ശേഷം നമ്മൾ ഏതൊക്കെ ഭാഗത്താണോ വിണ്ട് പൊട്ടി കിടക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെയ്യ് കുറച്ച് നല്ല രീതിയിൽ ചുറ്റുവട്ടം നമ്മൾ വിണ്ട് പൊട്ടിയ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ തടവി കൊടുക്കാം. അങ്ങനെ ചെയ്ത ശേഷം നമ്മൾ ഒരു ഷോക്സ് ഇട്ട് കിടന്നാൽ മതി. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും. ഷോക്സ് ഇട്ടില്ല എങ്കിൽ റിസൾട്ട് അങ്ങനെ കിട്ടില്ല കേട്ടോ. ഷോക്സ് ഇടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഷോക്സ് ഇട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഫാനിൻ്റെ കാറ്റൊക്കെ കൊള്ളുമ്പോൾ, അല്ലാണ്ടല്ല സാധാരണ രീതിയിൽ പുറത്തുനിന്നുള്ള വായു നമ്മൾ അതുമേ അടിക്കുമ്പോഴാണ് ഇങ്ങനെ കാല് വിണ്ടു പൊട്ടുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ കാര്യമാണ് നമുക്കതിൽ ശ്രദ്ധിക്കാനുള്ളൂ. കിടന്നുറങ്ങുന്ന സമയത്തിന് അതിന് മുന്നേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാലുമ ഇതൊക്കെ തേച്ച ശേഷം നടക്കുമ്പോൾ എന്താ പറയുക, നമ്മൾ സ്ലിപ്പാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഒരു പ്രാവശ്യം നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സ്വല്പം എടുത്ത് നമ്മുടെ കാലുമ തേച്ചിട്ട് ഷോക്സ് ഇട്ടിട്ട് കിടന്നുറങ്ങി അടുത്ത ദിവസം രാവിലെ എണീക്കുമ്പോഴത്തേക്ക് ഇത് നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് മാറിയിട്ടുണ്ടാവും. നല്ല സോഫ്റ്റ് മൃദുവായ കാലായി മാറിയിട്ടുണ്ടാവും. പിന്നെ ഒരുപാട് നല്ല ചുറ്റുവട്ടവും വിണ്ട് കീറിയ പോലത്തെ ആളുകൾക്കാണെങ്കിൽ മാത്രം അത് കണ്ടിന്യൂസ്ലി അത് മാറണവരെ 2-3 ദിവസം അടുപ്പിച്ച് ചെയ്താൽ മതി കേട്ടോ. ഇതേപോലെ തന്നെ ഷോക്സ് എന്തായാലും നമ്മൾ കിടന്നുറങ്ങാനായിട്ട് മുമ്പ് ഇടണം. അല്ലാന്ന് വെച്ചാൽ നമുക്ക് അത്ര റിസൾട്ട് കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നമ്മുടെ വീട്ടിലിപ്പോൾ നെയ്യ് എന്തായാലും, വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഇപ്പോൾ വാസലിന് ഏതെങ്കിലും ഒരു ഐറ്റം ഇപ്പോൾ എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ വീട്ടിലുള്ളത് തന്നെ വെച്ചിട്ട് നമുക്ക് പണിയെടുക്കാണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ ആണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഭാഗത്ത് തന്നെ നമ്മൾ റിസൾട്ടും കൂടി നമ്മൾ കാണിക്കാം. നമ്മൾ പൊതുവെ നമ്മൾ വീടിനകത്ത് നമ്മൾ സ്ലിപ്പർ ഉപയോഗിച്ചിട്ട് നടക്കുന്ന ആളാണ്. പക്ഷേ നമ്മൾ മുറ്റത്തൊക്കെ ചെരുപ്പിടാണ്ട് കുറച്ച് സമയം, ഒരു ദിവസം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ അങ്ങനെ സ്ലിപ്പർ ഉപയോഗിക്കാണ്ടും നടക്കാറുണ്ട്. അപ്പോൾ അത് പ്രകൃതിയായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്, മണ്ണുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നതാണ്. അത് നല്ല ഹെൽത്തിന് നല്ലൊരു കാര്യമാണ്. നമ്മുടെ ശരീരത്തിൽ എല്ലാ ദിവസവും ഒരു കുറച്ച് സമയം മണ്ണുമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ്, കാല് ഡയറക്റ്റ് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുന്നത് നല്ലതാണ്. പിന്നെ വീടിനകത്ത് ചെരുപ്പ് ഇടുന്നവരാണെങ്കിൽ അല്ലെങ്കിലും ഇന്നിപ്പോൾ കാലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.